മേക്ക് ഇൻ ഇന്ത്യയുടെ കരുത്തിൽ ചരിത്രം എഴുതി ഭാരതം. പ്രതിരോധ രംഗത്ത് ഇത് ഭാരതത്തിന്റെ മറ്റൊരു ചരിത്ര നിമിഷം കുറിക്കപ്പെടുകയാണ്. തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ C-295 സൈനിക വിമാനം രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. പതിറ്റാണ്ടുകളായി തന്നെ വിദേശ സൈനിക വിമാനങ്ങൾക്കായി തന്നെ ആശ്രയിച്ചിരുന്ന ഭാരതത്തിന് ഇന്ന് സ്വന്തം കരങ്ങളിൽ കരുത്ത് അവിടെ നിർമ്മിക്കപ്പെടാൻ സാധിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഏറ്റവും ശക്തമായ ഒരു പ്രതികരണമായി തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രതീകമായി തന്നെ ഇത് മാറുകയാണ്. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് പ്ലാന്റിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ C-295 സൈനിക വിമാനം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇത് കേവലം ഒരു വിമാനത്തിന്റെ അവതരണം മാത്രമല്ല, ഇത് സ്വയം പര്യാപ്ത ഭാരതത്തിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഇത് പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ പുതിയ യുഗത്തിന്റെ തുടക്കമാണ്. സ്പെയിനിലെ എയർബേസുമായി തന്നെ സാങ്കേതിക സഹകരണത്തിൽ നിർമ്മിച്ച ഈ അത്യാധുനിക സൈനിക വിമാനം ഇനി ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാക്കും എന്നതിലും സംശയമില്ല. മേക്ക് ഇൻ ഇന്ത്യ ഇപ്പോൾ മേക്ക് ഫോർ ദി വേൾഡ് ആയി തന്നെ മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള പഴയ അവാന്റോ വിമാനങ്ങൾക്ക് പകരമായി തന്നെയാണ് C-295 എത്തുന്നത്. സൈനികരെ അതിവേഗം യുദ്ധമുഖത്ത് എത്തിക്കുവാനും അതിർത്തിയിലെ ദുർഘടമായ പാതകളിൽ പോലും ലാൻഡ് ചെയ്യുവാനും ഇതിന് സാധിക്കും. 9 ടൺ ഭാരം അത് വഹിക്കാൻ ശേഷിയുള്ള ഈ വിമാനത്തിന് 71 സൈനികരെയോ അല്ലെങ്കിൽ 41 പാരച്യൂട്ട് ഭടന്മാരെയോ ഒരേ സമയം തന്നെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കാനാകും. ചൈനയുമായും പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്ന ഹിമാലയൻ മേഖലകളിൽ ഇന്ത്യയുടെ സൈനിക നീക്കം ഇനി അതീവ വേഗത്തിലാകും. രാത്രിയിലും പകലും ഒരേപോലെ തന്നെ പ്രഹരശേഷിയുള്ള ഇതിന്റെ അത്യാധുനിക സെൻസറുകളും മിഷൻ കമ്പ്യൂട്ടറുകളും എല്ലാം തന്നെ ശത്രുക്കളുടെ ചലനങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ ഒപ്പിയെടുക്കാൻ സാധിക്കുന്നവയാണ്. സൈനിക വിമാനങ്ങൾ നിർമ്മിക്കുക എന്നത് സ്വകാര്യ മേഖലയ്ക്ക് അസാധ്യമെന്ന് കരുതിയിരുന്ന ഒരു കാലം ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ടാറ്റയും എയർവേസും കൈകോർത്തോടുകൂടി തന്നെ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടിരുന്ന ആ അത്യാധുനിക സാങ്കേതിക വിദ്യ ഇന്ന് നമ്മുടെ മണ്ണിലേക്ക് എത്തുകയാണ്. ഏകദേശം 21,000 കോടി രൂപയുടെ ഈ ബൃഹത്തായ കരാർ വഴി 58 വിമാനങ്ങളാണ് വ്യോമസേനയ്ക്ക് ലഭിക്കുക. ഇതിൽ 16 എണ്ണം സ്പെയിനിൽ നിന്ന് എത്തിയപ്പോൾ ബാക്കി 40 എണ്ണം വഡോരയിലെ ഈ പ്ലാന്റിലാണ് അവിടെ പിറവിയെടുത്തിരിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന്റെ 75% ഭാഗങ്ങളും തദ്ദേശീയമായാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നതാണ്. 13,000-ത്തിലധികം ചെറുകിട ഭാഗങ്ങൾ, അതായത് ഡീറ്റെയിൽ പാർട്സ്, ഇന്ത്യയിലെ വിവിധ MSME യൂണിറ്റുകളിൽ നിന്നാണ് സമാഹരിച്ചിരിക്കുന്നത്. ഇത് 10,000 കണക്കിന് യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നൽകുന്നതിനോടൊപ്പം തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യൂഹത്തിന് വലിയൊരു കരുത്ത് കൂടിയാണ് പകരുന്നത്. മുൻപ് പ്രതിരോധ ഇടപാടുകൾ അഴിമതിയുടെയും അതേപോലെ കാലതാമസത്തിന്റെയും പര്യാപ്തമായിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി മാറിയിരിക്കുകയാണ്. വഡോരയിലെ ഈ പ്ലാന്റ് വെറും 2 വർഷം കൊണ്ടാണ് പൂർണ്ണമായും തന്നെ സജ്ജമാക്കിയിരിക്കുന്നത്. ഈ വിമാന നിർമ്മാണശാല ഇനി ഇന്ത്യക്ക് വേണ്ടി മാത്രമായിരിക്കില്ല, ലോകരാജ്യങ്ങൾക്ക് വേണ്ടിയും വിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി കൈവരിക്കും. പ്രതിരോധ കയറ്റുമതിയിൽ ഇന്ത്യ ഒരു പുതിയ റെക്കോർഡിലേക്ക് കുതിക്കുകയാണ്. ആകാശത്തും ഭൂമിയിലും സമുദ്രത്തിലും ഭാരതം അജഞ്ചയുമായി തന്നെ തുടരുന്നതിന്റെ സാക്ഷ്യപത്രമാണ് വഡോരയിൽ നിന്ന് പറന്നുയരാൻ തയ്യാറെടുക്കുന്ന ഈ ഒരു മേക്ക് ഇൻ ഇന്ത്യ കരുത്ത് തെളിയിക്കുന്നത്. വരും വർഷങ്ങളിൽ സിവിക് ഏവിയേഷൻ രംഗത്ത് ഈ നിർമ്മാണ വൈവിധ്യം അത് വ്യാപിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യ ലോകത്തിന്റെ വിമാന നിർമ്മാണ ഹബ്ബായി തന്നെ മാറുമെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക് കമാ ന്യൂസ്.